ഹലോ എവരി വൺ. ഇന്ന് നോക്കാൻ പോകുന്നത് KTUവിലെ മൂന്നാമത്തെ സെമിസ്റ്ററിലെ, അതായത് S3യിലെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്, ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ഇക്വിലിബ്രിയം ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ബേസിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിന് എന്ത് മനസ്സിലായി? ഇക്വിലിബ്രിയം ആ ഒരു സ്റ്റേറ്റിൽ ഈ സെമി കണ്ടക്ടർ എങ്ങനെയായിരിക്കും, അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസിൽ സെമി കണ്ടക്ടർ എങ്ങനെയായിരിക്കും എന്നൊരു സംഭവമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സെമി കണ്ടക്ടർ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സസും കാണില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സസും അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. കമ്പയർ ഇതിന്റെ അടുത്ത് പഠിക്കാം. സെമി കണ്ടക്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസിൽ എങ്ങനെയായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാവും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സാധനം നമ്മൾ മൂവ് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിന് നമ്മൾ മൂവ് ചെയ്യുന്നു, അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിന് ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം സംഭവിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അതൊന്നും സംഭവിക്കില്ല. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ സാധനം പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലോട്ട് മൂവ് ആവും. അത് ഒരു അനാലിസിസ് ആണ്. എക്സ്റ്റേണൽ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിലും ഇപ്പോൾ ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ ഈ സാധനം നമുക്ക് എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് അനാലിസിസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്, അതുപോലെ പറയണം. നോ എക്സ്റ്റേണൽ ഫോഴ്സസ്. സ്റ്റഡി സ്റ്റേറ്റിൻ്റെ അകത്ത് എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാകും. ഇക്വിലിബ്രിയത്തിൽ ബിക്കോസ് ഓഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് കരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അഥവാ സെയിം ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടായിരിക്കും, പക്ഷേ കരിയർ കോൺസെൻട്രേഷൻ ആദ്യം സെയിം ആയിരിക്കത്തില്ല, കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ കരിയർ കോൺസെൻട്രേഷൻ സെയിം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ജനറേഷനോ റീകോമ്പിനേഷനോ നടക്കത്തില്ല. ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണം. ഇതൊരു ഇലക്ട്രോണിൻ്റെ എപ്പോഴുള്ള ഒരു ഡ്യൂട്ടിയാണ്, കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണം. എവിടെ നിന്ന്? ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഒരു ഇലക്ട്രോൺ പോകണം. എക്സ്റ്റേണൽ ഫോഴ്സസ് ഇല്ലാത്ത കാരണം തൊട്ട് ഈ ഇലക്ട്രോൺ ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് പോവില്ല. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ജനറേഷൻ എന്ന് പറയുന്നത്. ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് പോകുന്നതിനെ ജനറേഷൻ എന്നും, കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ബാലൻസ് ബാൻഡിലോട്ട് പോകുന്ന മൂവ്മെന്റിനെ റീകോമ്പിനേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് നടക്കില്ല? ജനറേഷനും നടക്കില്ല, റീകോമ്പിനേഷനും നടക്കില്ല. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ കണ്ടീഷൻസിൽ എങ്ങനെയായിരിക്കും? എക്സ്റ്റേണൽ ഫോഴ്സസ് പ്രസൻ്റ് ആണ്, കരിയർ കോൺസെൻട്രേഷൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും, അപ്പോഴത്തേക്കും ജനറേഷനും ഉണ്ടാവും, അതുപോലെ റീകോമ്പിനേഷനും ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഫെർമി ലെവൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു 4 പോയിന്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാവാത്തത് കൊണ്ട് കരിയർ കോൺസെൻട്രേഷൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മൂവ്മെൻ്റ് ഒന്നും നടക്കാത്തത് കൊണ്ട് ജനറേഷനും ഉണ്ടാവില്ല, റീകോമ്പിനേഷനും ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടാവാത്തതിൻ്റെ കാരണത്താൽ അവിടെ ഒരു ഫെർമി ലെവൽ എന്ന് പറഞ്ഞ ഒന്ന് ക്രിയേറ്റ് ആവുന്നില്ല. അതായത് ഫെർമി ലെവൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഫെർമി ലെവൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇക്വിലിബ്രിയം കേസിൽ. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസിൽ അപ്പോൾ എന്തായിരിക്കും? ഫെർമി ലെവൽ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? എക്സ്റ്റേണൽ ഫോഴ്സസ് പ്രസൻ്റ് ആണ്. കരിയർ കോൺസെൻട്രേഷൻ പിന്നീട് സമയം കൂടി അതനുസരിച്ച് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തുമ്പോഴേ അത് കോൺസ്റ്റന്റ് ആവുള്ളൂ. അതുവരെ റീകോമ്പിനേഷനും ജനറേഷനും നടക്കും, അവിടുത്തെ ഫെർമി ലെവല് മാറും. ഒന്നും കൂടെ ഒരു കൺക്ലൂസീവായിട്ട് പറഞ്ഞാൽ, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കണ്ടീഷൻസിലും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസും ഉണ്ടായിരിക്കും. നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് ഇക്വിലിബ്രിയത്തിൽ. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് കരിയർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ജനറേഷനോ റീകോമ്പിനേഷനോ ഉണ്ടാവത്തില്ല. അത് കാരണം ഫെർമി ലെവൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് നമുക്കൊരു പാരഗ്രാഫായിട്ടോ പോയിന്റ് വൈസ് ആയിട്ടോ ഡെഫിനിഷൻസ് മാത്രമായിട്ടോ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാം. ജനറേഷന് റീകോമ്പിനേഷനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. അതുപോലെ ഫെർമി ലെവൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതും അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അതിനെങ്ങനെ അനലൈസ് ചെയ്യുന്നതും നമ്മൾ പിന്നീട് പഠിക്കും. ഇനി സ്റ്റഡി സ്റ്റേറ്റിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാകും, കരിയർ കോൺസെൻട്രേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ഓവർ ടൈം എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം കരിയർ കോൺസെൻട്രേഷന് ചേഞ്ചസ് ഉണ്ടാകും. ഒരു സാച്ചുറേഷൻ ലെവൽ എത്തുമ്പോൾ കരിയർ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആവത്തേ ഉള്ളൂ. അതുവരെ ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും സംഭവിക്കുന്നത് കൊണ്ട് ഫെർമി ലെവൽ ചേഞ്ച് ആകും. ഇതാണ് നമ്മൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്.
ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ്. മനസ്സിലാക്കി പഠിച്ചാൽ ഇത് കാണാപ്പാടെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് പോകാം. ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താ? എഫക്റ്റീവ് മാസ് ആണ്. കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ്. ഞാൻ ഒരു റിയൽ ലൈഫായിട്ടൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അതൊന്ന് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ ബൈക്ക് ഓട്ടിക്കുക എന്ന് വിചാരിക്കുക. 2 റോഡുണ്ട്. ഒന്നൊരു നോർമൽ ഹൈവേ, അതിൻ്റെ അകത്ത് വണ്ടികളൊന്നുമില്ല. ഇപ്പുറത്തെ റോഡ്, ഇപ്പോൾ നമുക്ക് സർവീസ് റോഡെന്ന് വെക്കാം, അതിൽ ഫുള്ള് വണ്ടികളാണ്, ഫുള്ള് ബ്ലോക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എവിടെ പോവേണ്ടത് എന്നുള്ളൊരു സംഭവം നിങ്ങൾ വിട്ടേക്കുക. നമുക്ക് ജസ്റ്റ് ഒരു ഡ്രൈവ് പോകണം എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന റോഡ് ഏതായിരിക്കും? ഒബ്വിയസ്ലി ഈ ഫ്രീ ആയിട്ടുള്ള റോഡായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള റോഡിൽ പോകുമ്പോൾ നമുക്ക് ഒരു നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്ത് ബൈക്ക് ഓട്ടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ബ്ലോക്കുള്ള റോഡിൽ പോകുമ്പോൾ നമ്മൾ ഈ ക്ലച്ച് പിടിച്ച് അതും എഫക്റ്റാണ് വണ്ടിക്ക്. അതുപോലെ പെട്രോളിൻ്റെ ലോസ്, അത് അടുത്തൊരു എഫക്റ്റാണ് വണ്ടിക്ക്. നമ്മൾക്ക് കുറേ നേരം നിന്നൊരു സ്ട്രെസ് ഫീൽ ചെയ്യും. ഇതൊക്കെ നമ്മളൊരു ബ്ലോക്കുള്ള റോഡിൽ പോകുമ്പോൾ എഫക്ട്സ് ആണ്. നമ്മളൊരു ബ്ലോക്കുള്ള റോഡിൽ നമ്മളിങ്ങനെ നിന്ന് പോകുമ്പോൾ ഉള്ള എഫക്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ ക്ലച്ച് കൂടുതൽ പിടിക്കുന്നതും, നമുക്കിങ്ങനെ കുറച്ച് ടെൻഷനായിട്ടൊക്കെ ഓട്ടിക്കുന്നതും, പിന്നെ ആരെങ്കിലും വണ്ടി തട്ടാം, നമ്മൾ ലേറ്റ് ആവാം, ടൈം കൺസ്യൂം ചെയ്യാം. ഇതൊക്കെ ഒരു എഫക്റ്റാണ് അതിൻ്റെ. പക്ഷേ ഇപ്പുറത്തെ ഹൈവേയിലാണെങ്കിലോ നമുക്ക് ആ രീതിക്ക് ബൈക്ക് ഓടിച്ച് പോകാം. നമുക്കൊരു സ്ട്രെസ്സോ ഒരു ഇതും ഇല്ല. കറക്റ്റ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഈ ബൈക്കിന് ഒരു ഇലക്ട്രോൺ ആയിട്ട് കണക്കാക്കുക. ഒരു ഇലക്ട്രോൺ അതിൻ്റെ ലാറ്റൈസിൻ്റെ അകത്ത് നിന്ന് മൂവ് ചെയ്യുമ്പോൾ, ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ ലാറ്റൈസിൽ നിന്ന് മൂവ് ചെയ്യുന്നതും അത് അല്ലാണ്ടൊരു ഫ്രീ സ്പേസിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ഫ്രീ സ്പേസിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ഒന്നും നോക്കാനില്ല. പക്ഷെ ഒരു ലാറ്റൈസിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺ അങ്ങനെയില്ല. അവിടെ കുറച്ച് എഫക്ട്സ് ഉണ്ടാവും. ഇപ്പം നമുക്കൊരു ക്രിസ്റ്റൽ ലാറ്റൈസ് അങ്ങ് എടുക്കാം. ക്രിസ്റ്റൽ ലാറ്റൈസിൻ്റെ അകത്ത് കുറേ ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടാവും. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കാം, ലൈക്ക് പ്രോട്ടോൺ, ഓർ നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കാം ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് കാരണമുള്ള പ്രശ്നങ്ങളുണ്ടാവും, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് കാരണമുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോഴ്സസ്, ഇന്റേണൽ ഫോഴ്സസ് ആണ്. ഒരു ഇലക്ട്രോൺ ഈ ക്രിസ്റ്റൽ ലാറ്റൈസിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ അവിടത്തുള്ള ഈ ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഈ ഇന്റേണൽ ഫോഴ്സസും കൂടെ ചേർന്ന് അതിനങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇലക്ട്രോണിന് വരാം. അറ്റ് ദ സെയിം ടൈം ഈ ഇലക്ട്രോൺ ഫ്രീ സ്പേസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇന്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല. ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ ഫോഴ്സസ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് affects the motion of electron in the lattice. ഇത് ലാറ്റൈസിൻ്റെ അകത്തുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റൈസിൻ്റെ അകത്തുള്ള ഇന്റേണൽ ഫോഴ്സസ് എപ്പോഴും ഒരു ഇലക്ട്രോണിൻ്റെ ഒരു മോഷനെ അഫക്റ്റ് ചെയ്യും, ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. ഫ്രീ സ്പേസിലാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല, കാരണം അവിടെ ഇന്റേണൽ ഫോഴ്സസ് ഇല്ല. ഒരു ഇൻഡിവിജ്വൽ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു യൂസ്ഡ് വേയിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അത് നമ്മൾ ഈ എഫക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു മാസ് എടുക്കാൻ പറ്റുള്ളൂ. ആ മാസിനെ നമുക്ക് പറയുന്ന പേരാണ് എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ ഒരു ക്രിസ്റ്റൽ ലാറ്റൈസിൻ്റെ അകത്ത് മൂവ് ചെയ്യുമ്പോൾ അവിടെ നല്ല രീതിക്കുള്ള ഇന്റേണൽ ഫോഴ്സസ് കാരണം ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഫ്രീ സ്പേസിൽ മൂവ് ചെയ്യുമ്പോൾ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിന്റെ മാസ് കണക്കാക്കുമ്പോൾ ഫ്രീ സ്പേസ് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ മാസ് കണക്കാക്കുന്ന പോലെയല്ല ഈ ലാറ്റൈസിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ മാസ് കണക്കാക്കുന്നത്. ലാറ്റൈസിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ മാസ് കണക്കാക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സസിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ നമ്മൾ കണക്കാക്കണം. ആ ഒരു ടേമിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്.